ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ഞാൻ സെയിൽ ചെയ്യുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനാവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പ്ലം മസാല. ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാവേ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു 60 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റർ ഇല്ലാത്തവർക്ക് ഒരു വിസ്കോ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതായത് ബട്ടർ നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് വരണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ നല്ല പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പം. ഇനി ഇതിലേക്ക് 2 മുട്ട വേണം. ഓരോ മുട്ട വീതം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുകയോ ബീറ്റ് ചെയ്യുകയോ, ബീറ്ററില്ലാത്തവർക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓരോ മുട്ട ചേർത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എസൻസ് വേണം. അതായത് പ്ലം എസൻസ് 1/2 ടീസ്പൂൺ, റം എസൻസ് 1/2 ടീസ്പൂൺ, ഓറഞ്ച് എസൻസ് 1/2 ടീസ്പൂൺ. ഇത്രയും എസൻസും കൂടെ ചേർന്ന് വരുമ്പോഴേ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു പ്ലം കേക്കിൻ്റെ സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കാരമൽ കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാവേ. കളർ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 2 തവണയായിട്ട് നമുക്ക് ഫ്ലോർ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. കാരണം നമുക്ക് നോർമൽ കേക്ക് ഉണ്ടാക്കും പോലെ അത്ര അങ്ങനെ മിക്സിംഗ് ഒന്നും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഒരുവിധം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, കേക്ക് നന്നായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ 1/4 കപ്പ് വരെ 1/2 കിലോ കേക്കിന് മതിയാവും. പിന്നെ ഒത്തിരി വേണമെങ്കിൽ നമുക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു ബേക്ക് ചെയ്യുന്ന കേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിതിപ്പോൾ 1/4 കിലോ ഇതാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 30 to 45 മിനിറ്റാണ് ബേക്കിംഗ് ടൈം എന്ന് പറയണത്. പിന്നെ 2 കോയിലും ഒരുപോലെ ഹീറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ 2 കോയിലും ഒരുപോലെ ഹീറ്റ് ചെയ്തിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ. എന്നാലേ ഇതുപോലെ ടോപ്പ് നന്നായിട്ട് ഇങ്ങനെ വെടിച്ച് പോകാതെ നല്ല ഈവനായിട്ട് വരുള്ളൂ. കേക്ക് തണുത്തതിന് ശേഷം വൈനോ ഗീയോ നമുക്കിതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പ്ലം കേക്ക് ഒരു 3 ദിവസം വച്ചിരുന്നിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്.